The Lord's my shepherd, I'll not want. He makes me lie in pastures green. He leads me by the still waters. His goodness restores my soul. He guides my way in righteousness, and He anoints my head. ഈ അവസരം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന സോവനീർ പ്രകാശനം ചെയ്യുന്ന സമയമാണ്. വളരെ അധികം സമയം അതിനുവേണ്ടി എടുക്കാനില്ലായിരുന്നു. ഇവിടുത്തെ സഹോദരങ്ങൾ അവരെ അത് ബന്ധപ്പെട്ടു. അവരുടെ പരിശ്രമങ്ങളെ, അവരുടെ ബന്ധപ്പാടുകളെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. പൂർണ്ണത ഒന്നും ചിലപ്പോൾ അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ ചില വസ്തുതകൾ അതിൻ്റെ അകത്ത് കുറിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് ഇവിടെ പ്രകാശനം ചെയ്യുവാൻ ഈ അവസരം വേർതിരിക്കുകയാണ്. സുവനീറിൻ്റെ എഡിറ്റോറിയൽ ബോർഡ്, എഡിറ്റോറിയൽ കമ്മിറ്റി മുൻപോട്ട് വരുന്നതാണ്. അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ പ്രവർത്തിച്ചത് സുവനീർ പാസ്റ്റർ ലിൻസൺ പി സാമുവേൽ, പാസ്റ്റർ ചന്ദ്രശേഖരൻ, പാസ്റ്റർ സാജൻ ഇവരാണ് ഈ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ ആദ്യ കോപ്പി ഇവിടെ പാസ്റ്റർ PM ജോർജ് കുട്ടി, നമ്മുടെ മധ്യത്തിലെ മലബാർ ഡിസ്ട്രിക്റ്റിൽ രൂപീകൃതമായത് മുതൽ ഇതിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച അദ്ദേഹമാണ്. വിവിധ നിലകളിൽ ഈ മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് പാസ്റ്റർ PM ജോർജ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ആദ്യ കോപ്പി നൽകി ഈ സുവനീർ പ്രകാശനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. പാസ്റ്റർ രാജനം ഫിലിപ്പ് അതിൻ്റെ ആദ്യ കോപ്പി പാസ്റ്റർ PM ജോർജ് കുട്ടിക്ക് നൽകി ഇത് പ്രകാശനം ചെയ്യും. മേടിച്ച് കൊടുത്തു. ഈ അവസരം ഒരു സോളോ സോങ് നമുക്ക് കേൾക്കാം. ബ്യൂല മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതാണ്. ഹല്ലേലൂയ. ആർക്കും ഒരു സന്തോഷവും ഇല്ലെന്ന് തോന്നുന്നു. Could you please raise your hands and worship him? Hallelujah. The song says that when we go through deep waters, our God Almighty is sufficient. He is a glorious God, and nothing is impossible for him. Hallelujah. Here we go. യേശുമതി യേശുമതി നിൻ സാന്നിധ്യം മാത്രം മതി ഒപ്പം മതി എനിക്കോ
നിരാശകളിൽ നീറുന്ന മാനസത്തിൽ തെക്കൻ കാറ്റിൻ കന്നലുകൾ മന്ദമായി വീശും നേരങ്ങളിൽ തെക്കൻ കാറ്റിൻ മന്ദമായി വീശും നേരങ്ങളിൽ നാശം വിതയ്ക്കും ഈശാനമൂലൻ വിശിപ്പടകിനെ തകർത്തിടുമ്പോ താഴ്വരയിൽ കുന്നുകളിൽ ജീവിതഭാരങ്ങളിൽ താഴ്വരയിൽ കുന്നുകളിൽ ജീവിതഭാരങ്ങളിൽ നിന്ദകളിൽ നിരാശകളിൽ നീറുന്ന മാനസത്തിൽ
തുടർന്ന് നാം സന്ദേശം കേൾക്കുവാൻ സമയം വേർതിരിക്കുകയാണ്. വളരെ പരിമിതമായ സമയമേ നമ്മുടെ പ്രസംഗം എടുക്കുകയുള്ളൂ. ആ ദൈവവചനത്തിൻ്റെ പ്രഭാഷണവും കൂടെ കേട്ട് നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. Now I call upon Reverend Glenn Ramoter to share from God's word. It's good to be here this evening. ഈ സന്ധ്യയായ സമയത്ത് ഇവിടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. It's my privilege to stand here this evening to bring the word of God. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് നൽകുവാൻ ഇന്നിങ്ങനെ നിൽക്കേണ്ടതിന് കർത്താവ് അവസരം ഒരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. ദൈവത്തിന്റെ മഹത്വം. It was a sacrifice to get here. ഇവിടെ വന്നെത്തേണ്ടതിന് ഒത്തിരി ത്യാഗം സഹിച്ചു. But by the grace of God we are here this evening. എന്നിരുന്നാലും ദൈവത്തിന്റെ മഹാകൃപയാൽ ഇവിടെ എത്തിച്ചേരുവാൻ നമുക്ക് എല്ലാവർക്കും സഹായിച്ചല്ലോ. Just last month I was in Punjab. ഈ സ്പീക്കറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇങ്ങോട്ട് ശബ്ദം തരണം. Last month I was in Punjab. കഴിഞ്ഞ മാസം ഞാൻ പഞ്ചാബിലായിരുന്നു. And the same day I came back to New York. ന്യൂയോർക്കിലേക്ക് അതിനുശേഷം മടങ്ങി ചെന്നു. I got a phone call from Pastor Abraham. പാസ്റ്റർ എബ്രഹാമിൽ നിന്ന് എനിക്ക് ഫോൺ സന്ദേശം ലഭിച്ചു. That I have to come back to India. ഇന്ത്യയിലേക്ക് വീണ്ടും മടങ്ങി വരണമെന്ന് എനിക്ക് ക്ഷണം ലഭിച്ചു. And I was thinking about this long plane ride. ഞാൻ പോയ അനേക വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനിടയായി. And I got to do it over again. ഞാൻ വീണ്ടും ആവർത്തിക്കണമല്ലോ എന്ന് ചിന്തിപ്പാനിടയായി. So he said the building is completed and they want to inaugurate the building. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, കെട്ടിടത്തിന്റെ പണി അന്ന് തുടങ്ങി വെച്ചത് തീർന്നു, താങ്കൾ തന്നെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന്. So I said yes, I will come. അപ്പോൾ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വന്ന്. So I got my team together. ഞാൻ എന്റെ ടീമുമായിട്ട് ഒരുമിച്ച് വരുവാൻ സഹായിച്ചു. And Sister Leela, സിസ്റ്റർ ലീല ഇവിടെയുണ്ട്, Sister Donna, സിസ്റ്റർ ഡോണയുണ്ട്. and my wife says she's going to come too. എന്റെ ഭാര്യയും പറഞ്ഞു ഞാനും വരികയാണെന്ന് പറയുന്നു. Hallelujah. അങ്ങനെ And I ഒരുമിച്ച് called വരാൻ my friend Brother John and his wife. എന്റെ സഹോദരൻ സ്നേഹിതൻ ജോണും തന്റെ ഭാര്യയുമുണ്ട്. And they said we're going to come together with you. അങ്ങനെ അദ്ദേഹവും പറഞ്ഞു ഞങ്ങളും നിങ്ങളോട് കൂടെ വരികയാണ്. And we thank God this evening. അങ്ങനെ എല്ലാം കൂടെ ഓർത്താൽ ഇന്ന് രാത്രി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിപ്പാൻ. It is only by the grace of God that we are here this evening. ഈ സന്ധ്യയായ സമയത്ത് ദൈവത്തിന്റെ സ്നേഹവും കരുതലും എല്ലാം And we are here to rejoice and celebrate the victory. ദൈവം നമുക്ക് ഈ വിഷയത്തിൽ തന്ന വിജയത്തെ ആഘോഷമാക്കുവാൻ. And we can say like the psalmist, this is the Lord's doing and it's marvelous in our eyes. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാം, ഇത് യഹോവ ചെയ്ത വൻ കാര്യമാണ്, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. Praise the Lord. ഹല്ലേലൂയ. You know the Bible says in Habakkuk chapter 2, ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, verses 2, 2-ാമത്തെ വാക്യത്തിൽ, the Lord answered me and said, write the vision, make it plain upon tablets, that he may run that read it. ദൈവം എന്നോട് അരുളി ചെയ്തു, ദർശനം നീ ഒരു പലകയിൽ എഴുതി വെക്കുക, അത് നിവർത്തിക്കപ്പെടേണ്ടതിന് നീ അത് പരസ്യം ചെയ്യുക. For the vision is yet for an appointed time. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, ഒരു സമയം അതിന് വെച്ചിരിക്കുന്നു. But at the end it shall speak. അത് വരും നിശ്ചയം എന്നുകൂടെ ദൈവം അരുളി ചെയ്തു. And it shall not lie. അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല. Though it tarry, അത് വൈകിയാലും wait for it. അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന ദൈവശബ്ദം. Because it will surely come, it will not tarry. അത് വൈകിയില്ല, അത് സംഭവിക്കുമെന്ന് ദൈവം തന്നോട് അരുളി ചെയ്തു. Hallelujah. ഹല്ലേലൂയ. Sometime in 2000 I met Pastor Abraham പാസ്റ്റർ വി.ടി. എബ്രഹാമിനെ കണ്ട അനേക വർഷങ്ങൾക്ക് മുമ്പ് in one of the Assemblies of God meeting, അസംബ്ലീസ് ഓഫ് ഗോഡ് അമേരിക്കയിൽ നടന്ന ഒരു മീറ്റിംഗിൽ and we made some contact. ഞങ്ങൾ അത് മുതൽ കണ്ട്. And he says, you must come to visit Calicut. ഇവിടെ വന്ന് ഒന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് ക്ഷണിച്ചു. And we used the contact over the phone. ആ ഫോണിൽ കൂടെ സംസാരിപ്പാനിടയായി. And one day I decided to come and visit him. തന്നെ വന്നൊന്ന് കാണുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. Hallelujah. ദൈവത്തിന് സ്തോത്രം. It was my first visit to India. ഇന്ത്യയിലേക്കുള്ള എന്റെ ആദ്യ സന്ദർശനമായിരുന്നു അന്ന്. And when I came, I saw the church. ഞാൻ എന്റെ സഭയോട് പറയുവാനിടയായി. It was a small church downstairs. ഡൗൺ സ്റ്റെയറിലുള്ള ഒരു ചെറിയ സഭയായിരുന്നു അന്ന്. It was by the grace of God standing up. എന്നിരുന്നാലും അത് ഇങ്ങനെ ദൈവകൃപയാൽ മുമ്പോട്ട് പോവുകയാണ്. And I saw the vision of this church. ഈ ദൈവസഭയെ കുറിച്ചുള്ള ദർശനം എനിക്ക് that God is going to grow this church. ഞാൻ ദൈവം എന്നോട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് and God is going to expand the work.
ആ പ്രവർത്തനത്തെ വിശാലമാക്കുവാൻ പോകും ദൈവം പറഞ്ഞു. So we spoke about it. ഞാൻ അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് It was സംസാരിച്ചു. overcrowded. അത് വലിയ ഒരു ആൾക്കൂട്ടമായി മാറി. And so one time I said, I'm going to come and we're going to do something in this church. ഈ സഭയിൽ ആളുകൾ പെരുകി വരുന്നത് കൊണ്ട് ആലയം സംബന്ധിച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. And I started getting funds together to bring it to him. ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിന് ഞാൻ ഉത്സാഹിച്ചു, പണം ശേഖരിച്ചു വരാൻ പോവുകയാണെന്ന്. Praise the Lord. ദൈവത്തിന് സ്തോത്രം. And on one trip I brought Brother John with me. എന്നോടൊപ്പം ഈ കാര്യത്തിൽ പ്രിയ ബ്രദർ ജോണും സഹായിപ്പാനിടയായി. And he said, oh, Pastor Glenn, Pastor Glenn എന്നിങ്ങനെ ഒരു പരിങ്കലിൽ എന്നോട് we're going to break down this church and build a new church. നാം ഈ കെട്ടിടമെല്ലാം മാറി ഒരു പുതിയ കെട്ടിടം ഇവിടെ പണിയാൻ പോവുകയാണെന്ന്. And he was very supportive. എന്നെ അദ്ദേഹവും ഇക്കാര്യത്തിൽ സഹായിപ്പാനിടയായി. So we decided to raise some funds together. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ ആവശ്യത്തിന് പണം ശേഖരണത്തിന് And പുറപ്പെട്ടു. we gave it to the Pastor Abraham. അങ്ങനെ ഞങ്ങളത് ശേഖരിച്ച് പാസ്റ്റർ എബ്രഹാമിനെ ഏൽപ്പിച്ചു. And we thought this building would take 1 or 2 years to finish. ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് വർഷം കൊണ്ടൊക്കെ കാര്യം ഏതാണ്ട് തീരുവന്നു. But the vision is for appointed time. എന്നാൽ വചനത്തിൽ വായിച്ചതുപോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. When God gives you a vision, he gives you the provision. Hallelujah. ദൈവം ഒരു ദർശനം തന്നാൽ ഇന്നല്ലേ നാളെ അത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. Praise the name of the Lord. Hallelujah. It took 12 years. 12 years. ഇത് പൂർത്തീകരിക്കപ്പെടാൻ 12 നീണ്ട വർഷങ്ങൾ എടുത്തു. And today I can say, ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാൻ കഴിയും, we are standing on holy ground. Hallelujah. നാം ഒരു വിശുദ്ധ സ്ഥലത്ത് വിശ്വാസത്തോടെ ഇന്ന് രാത്രി നിൽക്കുകയാണ്. Praise the Lord. Praise the Lord. Had it not been the Lord on his side, Pardon? where would we have been if God wasn't on his side? ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നാം ഒക്കെ എവിടെയാകുമായിരുന്നു? Praise God. ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. But it went for 12 years. അത് 12 വർഷങ്ങൾ നീണ്ടു. But thank God today. എന്നാൽ ഇന്നൊരു ദിവസം നമുക്ക് അത് തന്നതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. It is completed. അത് പണി പൂർത്തീകരിക്കപ്പെടുവാൻ. Praise the name of the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. I want to say, Pastor Abraham, പാസ്റ്റർ എബ്രഹാമിനോട് പറയട്ടെ, you are the father of the faith. വിശ്വാസത്തിന്റെ ഒരു പിതാവാണ് താങ്കൾ. Like Abraham of old. Abraham of old, he was the father of faith. അബ്രഹാം അത് ഒരു വിശ്വാസത്തിൽ പിതാവായി അബ്രഹാം. And he never gave up and he never lost the vision. തനിക്ക് പ്രതിസന്ധികൾ വന്നുവെങ്കിലും വിശ്വാസം പോയില്ല. ദർശനത്തിൽ താൻ ഉറച്ചു നിൽപ്പാനിടയായി. I know it was a lot of sleepless night and a lot of planning, a lot of frustration, but by the grace of God it is completed today. ഉറക്കമില്ലാത്ത രാത്രികൾ, ആശങ്കകൾ, ഒത്തിരി വിഷമതകളൊക്കെ, മനോവേദനകൾ നിശ്ചയമായും ദൈവദാസൻ അനുഭവിച്ചിട്ടുണ്ടാവും. Now I got half an hour to do my message. ഞാൻ എന്റെ സന്ദേശം വേഗത്തിൽ I'll അവസാനിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. try to do it in half an hour. ഞാൻ ഹാഫ് ആൻ അവറിൽ അവസാനിപ്പിക്കാമെന്ന്. Praise God. This message should be an hour and a half, but I'm trying to cut it. ഞാൻ 1.5 മണിക്കൂറുള്ള ഒരു പ്രസംഗമാ വളരെ ചുരുക്കി പ്രസംഗിക്കേണ്ടതായിട്ട് വരുന്നു. Because I know we have church tomorrow. നാളെ നമുക്ക് ആരാധനയുണ്ട്. Praise the name of the Lord. ദൈവത്തിന് In മഹത്വം. Matthew chapter 16, മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ the Bible says, വേദപുസ്തകം from പറയുന്നു, verse 13, 13 വാക്യം മുതൽ, when Jesus came into the courts of Caesarea Philippi, ഫിലിപ്പിയ കൈസരിയിൽ യേശു എത്തിയപ്പോൾ, praise the Lord. He can read that language. I can read that. Praise God. Amen. And he asked his disciples, saying, whom do men say that I, the Son of Man, am? തന്റെ ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? And they said, എന്നിട്ട് ചിലർ യോഹന്നാൻ, some say that thou art John the Baptist, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, some say you are Elijah, മറ്റു ചിലർ ഏലിയാവെന്നും, others say you are Jeremiah, വേറെ ചിലർ ഇരമ്യാവെന്നും, and others say you are the prophet. പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും. But he said unto them, എന്നാൽ യേശു അവരോട് whom do you say I am? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് And Simon Peter answered ശീമോൻ പത്രോസ് and said unto him, അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, thou art the Christ, the Son of the living God. Hallelujah. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് And പറഞ്ഞു. Jesus answered and said unto him, യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു, blessed art thou, Simon Bar-Jonas, ഈ ബർയോനാ ശിമോനെ, for flesh and blood has not revealed this unto you, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് but my Father which is in heaven. സ്വർഗത്തിൽ എന്റെ പിതാവത്രേ ഈ സത്യം നിനക്ക് And വെളിപ്പെടുത്തി. I say unto thee, ഞാൻ നിന്നോട് പറയട്ടെ, that thou art Peter, നീ പത്രോസാകുന്നു, and upon this rock
ഈ പാറമേൽ I will build my church, എന്റെ സഭയെ ഞാൻ പണിയും, and the gates of hell shall not prevail against it. പാതാള Praise the name of ഗോപുരങ്ങൾ the അതിനെ Lord. ജയിക്കയില്ല എന്ന് യേശു പറഞ്ഞു. Hallelujah. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം Hallelujah. ചെയ്യാം. ഹല്ലേലൂയ. Upon this rock I will build my church, ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ and പണിയും, the gates of hell shall not prevail against പാതാള it. ഗോപുരങ്ങളെ സഭയെ ജയിക്കയില്ല. Praise the name of the Lord. യേശുവിന്റെ The നാമം church is built on a revelation യേശു ക്രിസ്തുവിന്റെ യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടിന്മേൽ ദൈവസഭ, of Jesus Christ, who he is. യേശു ആരെന്നുള്ള വെളിപ്പാടിന്മേൽ ദൈവസഭ പണിയപ്പെട്ടു. Jesus said to Simon, യേശു സീമോനോട് പറയുകയാണ്, you are a rock, നീ പാറയാണ്, and upon this rock ഈ പാറമേൽ I'm going to build my church. ഞാൻ എന്റെ സഭയെ പണിയാൻ പോവുകയാണ്. Upon this rock ഈ പാറമേൽ I'm going to build my church. എന്റെ സഭയെ ഞാൻ പണിയാൻ In പോവുകയാണ്. other words, മറ്റൊരു വാക്കിൽ പറയാം, upon this solid revelation, ഈ നിനക്ക് ലഭിച്ച upon വെളിപ്പാട്, this rock type revelation ഈ പാറയെ കുറിച്ച് നിനക്ക് കിട്ടിയ വെളിപ്പാട്, of who I am, ഞാൻ ആരാണെന്നുള്ള നിനക്ക് I am going to build this church. ഞാൻ ആ സഭയെ പണിയാൻ പോവുകയാണ്. And the gates of hell എന്നാൽ പാതാള ഗോപുരങ്ങൾക്ക് will not prevail against it. അതിനെ ജയിപ്പാൻ സാധ്യമല്ല. Many people think അനേക ആളുകൾ വിചാരിക്കുന്നത് that the church is built upon a rock, ഈ സഭ ഒരു പാറയിലാണ് and പണിതിരിക്കുന്നത്. the rock is Peter. ആ പാറ പത്രോസാണെന്ന് The ചിന്തിക്കുന്നത്. Catholic Church believes Peter is the Pope, the first Pope. First Pope Peter. പത്രോസിനെ സംബന്ധിച്ച് But Peter was not the rock he was talking about. പത്രോസ് ക്രിസ്തു പത്രോസ് എന്ന ഭാര്യയെ കുറിച്ചല്ല He അവിടെ was പറഞ്ഞത്. talking about that solid revelation that the Father gave unto Peter. പത്രോസിന് ദൈവം നൽകിയ വെളിപ്പാടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. Are you with me tonight? പത്രോസിനോട് പറയുക, Somebody say amen. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? Somebody say praise the Lord. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? You see today, ഇന്ന് there is two systems. രണ്ട് സംഗതികളുണ്ട്. We have the world ലോകം ഒരു ഭാഗത്ത്, and we have the church. നമുക്ക് ദൈവസഭ മറുഭാഗത്ത്. The world is controlled by the devil, സാത്താൻ ഭരിക്കുന്ന ലോകത്തിന്റെ വ്യവസ്ഥകൾ, and the church is controlled by Jesus Christ. കർത്താവായ യേശു പണിയുന്ന ദൈവസഭ മറുഭാഗത്ത്. Hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം And ചെയ്യാം. unless the world don't get a revelation of who Jesus is, we cannot be part of the church. ലോകത്തിൽ ആർക്കെല്ലാം ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിക്കുമോ അവരൊക്കെയും ദൈവസഭയുടെ The ഭാഗത്ത്. God of this world ഈ ലോകത്തിന്റെ പ്രഭു is the devil, പിശാച്. and he came to Jesus in Matthew's gospel, മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ അടുക്കൽ and he took him up to the high mountain, അവനെ യേശുവിനെ ഒരു ഉയർന്ന മലയിൽ and he കൊണ്ടുപോയി. showed him the whole world in a moment of time, മുഴി ലോകത്തെയും തന്റെ മുമ്പിൽ കാണിച്ചിട്ട്, and he said, all this I will give to you ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, if you bow down and worship നീ me. എന്നെ ഒന്ന് വീണ് വണങ്ങിയാൽ മതി. Hallelujah. ഹല്ലേലൂയ. And Jesus said, worship God and God alone. യേശു പറഞ്ഞു, ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തനെ നമസ്കരിക്കരുത്. Praise the Lord. ദൈവത്തിന് He's the സ്തോത്രം. God of this world. ലോകത്തിന്റെ പ്രഭുവാണ് അവൻ. In 1 John, ഒന്നാം യോഹന്നാന്റെ the ലേഖനം Bible says, വേദപുസ്തകം പറയുന്നു, love not the world, ലോകത്തെ സ്നേഹിക്കരുത്, nor the things that are of the world. ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. All that is in the world ലോകത്തിലുള്ളതൊക്കെയും is the lust of the flesh, അത് ജഡത്തിന്റെ the ഇച്ഛകൾ, lust of the eyes, കണ്ണിന്റെ ഇമ്പമങ്ങൾ, and the pride of the life. അതെ ഈ ജഡത്തിന്റെ അഭിലാഷങ്ങൾ, These things belongs to the world. ഇതെല്ലാം ലോകത്തിനുള്ളതാണെന്ന് It does not belong to God. എന്നാൽ ഈ വക കാര്യങ്ങളും ദൈവത്തിനുള്ളതല്ലെന്നും ദൈവത്തിനുള്ളവരാണ്. And the world is going to pass away. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് വചനം But പറയുന്നു. he that do the things of God എന്നാൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ will ഏർപ്പെട്ടിരിക്കുന്നവൻ abide forever. അവൻ എന്നേക്കും ജീവിക്കുമെന്ന് വചനം പറയുന്നു. Somebody say hallelujah. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന Somebody say, ദൈവത്തെ praise the സ്തുതിച്ച്, Lord. praise the Lord പറയാം. Hallelujah. Hallelujah. Amen. Amen. So he offered Jesus the world, ഈ ലോകത്തിന്റെ കാര്യങ്ങളെ സ്നേഹിക്കരുത് വചനം പറയുക. and he is the God of this world, ഈ ലോകത്തിന്റെ പ്രഭുവായ ദൈവമായ പിശാച് and he's offering the people of this world everything. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും അവന്റെ അധീനതയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. You want music, you want fun, you want to sin, you want to have a good life, Satan going to give it to you. എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഇഷ്ടം പോലെ ജഡത്തിനനുസരിച്ച് ചെയ്ത് ജീവിച്ചോ എന്ന് Praise the name of the Lord. Amen. ദൈവത്തിന് സ്തോത്രം. Now there's the status in India, this is up 1.3 billion people, something like that. ഈ ലോകത്തിന്റെ എത്ര കോടിക്കണക്കിന് ജനങ്ങൾ പാർക്കുന്നു നമുക്കറിയാമല്ലോ. And we only have about 8 or 10% that's Christian, something like that. ഇന്നത്തെ ലോക ജനസംഖ്യയിൽ 8-10% മാത്രമല്ലേ ക്രൈസ്തവരായുള്ളത്. So 90% of India does not know
who God is. ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ മൊത്തം ജനസംഖ്യയിൽ ചുരുങ്ങിയ ഒരു ശതമാനം വിശ്വാസികളായിട്ട്. And unless they don't give a revelation of who Jesus is, they cannot be a part of the church. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരൊക്കെയും ദൈവസഭയുടെ ഭാഗങ്ങളായി തീരും. We were in the world at one time. ഒരു കാലത്ത് നാമും ലോകത്തിന്റെ ആൾക്കാരായിരുന്നു. By the time we came to know Jesus as Lord and Savior, we became part of the church. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പിതാവ് നമുക്ക് തന്ന മാത്രം ദൈവസഭയുടെ ഭാഗങ്ങളായി മാറി. ദൈവത്തിന് സ്തോത്രം. I believe God going to do something great in this Malabar area. ഈ മലബാറിൽ ഇനിയും അനേകര് ഈ സത്യത്തിലേക്ക് വരാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And this gospel must be preached. ഈ സുവിശേഷം ഇനിയും പ്രസംഗിക്കപ്പെടണം. That every religious community will be broken down and become a part of the church. ഈ ലോകത്തിൽ പിശാച് കെട്ടിയുയർത്തുന്ന കോട്ടകൾ ഇടിഞ്ഞു വീഴണം. ദൈവരാജ്യത്തിന്റെ പണി നമ്മുടെ ദേശത്ത് നടക്കണം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. Hallelujah. Hallelujah. Let me move along fast. Hallelujah. I see Pastor Abraham watching his watch too. പാസ്റ്റർ എബ്രഹാം വാച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി എന്നെ കാണിക്കുന്നും കൂടെ ഉണ്ട്. So let us understand something. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. There is the world ലോകം ഒരു ഭാഗത്ത്, and there is the church. ദൈവസഭ മറുഭാഗത്ത്. The world need to become part of the church. ലോകത്തിന്റെ ആളുകളെ ദൈവസഭയുടെ ഭാഗങ്ങളാക്കണം. Hallelujah. Hallelujah. The building is not the church. നാം ഓർക്കണം, കെട്ടിടം ഒരിക്കലും The ദൈവസഭയല്ല. building is a place of worship. ബിൽഡിംഗ് എന്ന് പറയുന്ന ആരാധനയ്ക്ക് ഒരു സൗകര്യം മാത്രം. The head of the church ദൈവസഭയുടെ തല എന്ന് പറയുന്നത് is Jesus. യേശു ക്രിസ്തുവാണ് സഭയുടെ തല. Who is the head of the church? ദൈവസഭയുടെ ഭാഗങ്ങൾ ആരൊക്കെയാണ്? Jesus is the head of the church. യേശു ക്രിസ്തുവാണ് സഭയുടെ തല. Praise the name of the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. We are the body of the church. നാം ദൈവസഭയുടെ അവയവങ്ങൾ മാത്രമാണ്. Jesus is the head of the church. യേശുവാണ് നമ്മുടെ തലയെന്ന് ഓർത്ത് He ദൈവത്തിന് said, സ്തോത്രം I ചെയ്യാം. will build my church. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. And no gates in hell shall prevail against this church. ഒരു പാതാള ശക്തികൾക്കും അതിനെ ജയിപ്പാൻ സാധ്യമല്ല. So the head of the church is who? യേശു ക്രിസ്തുവല്ലേ സഭ. സഭയുടെ തല ആരാണ്? യേശുവാണ്. Is not Pastor Abraham? പാസ്റ്റർ എബ്രഹാമാണ് സഭയുടെ തല. Is not the pastor? It's not the വേറെ ആരാണ് സഭയുടെ It's തലയായിരിക്കുന്നത്? the master. യജമാനൻ യേശുവാണ് സഭയുടെ തല. Hallelujah. Jesus is the head of the church because he is building his church. യേശു ക്രിസ്തു സഭയുടെ തലയാകയാൽ സഭ പണിയുന്നതും യേശു ക്രിസ്തു തന്നെയാണ്. Number 2, രണ്ടാമത്തെ കാര്യം, the blueprint of the church ദൈവസഭയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് is the word of God. ദൈവത്തിന്റെ വചനമാണ് ഇതിന്റെ പ്രമാണം. We have our architect here. I went to his office many times. ഇവിടെ ഈ കെട്ടിടത്തിന്റെ പ്ലാനുകളൊക്കെ ഭംഗിയായി തയ്യാറാക്കിയ ആർക്കിടെക്ട് ഇവിടെ ഉണ്ട്. And he drew the plan for this church. ഈ കെട്ടിടത്തിന്റെ പ്ലാനുകളെല്ലാം അദ്ദേഹം He തയ്യാറാക്കി. drew the blueprint for this church. ഈ കെട്ടിടത്തിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ് അദ്ദേഹം And he തയ്യാറാക്കി. designed this church. ഈ കെട്ടിടം ആ നിലയിൽ പണിയുവാനിടയായി. Well, Jesus, listen, he's the head of the church. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സഭയുടെ And തലയായി. he has given the church his word. ലോകത്തിൽ ദൈവസഭയുടെ പ്രവർത്തനത്തിന് ഒരു ബ്ലൂ പ്രിന്റ് യേശു നൽകി. Anytime we deviate from the blueprint, ഈ ബ്ലൂ പ്രിന്റ് യേശു നൽകിയ ബ്ലൂ പ്രിന്റിൽ നിന്ന് എപ്പോഴെല്ലാം വ്യതിചലിക്കുമോ we will end up in trouble. അവിടെയാണ് പ്രശ്നങ്ങൾ കലാശിക്കുന്നത്. Praise God. He said, now you are clean through my word. യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട വചന നിമിത്തം ശുദ്ധിയുള്ളവരാണ്. David said, thy word I have hid in my heart that I might not sin against you. ദാവീദ് പറയുന്നത്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. Jesus said, man shall not live by bread alone, but by every word that proceeded out of the mouth of God. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വായിൽ നിന്ന് ദൈവത്തിന്റെ വായിൽ പുറപ്പെടുന്ന എല്ലാ വചനം കൊണ്ടും കൂടെ ജീവിക്കും. Hallelujah. So the number 1, the head is Jesus. യേശുവാണ് സഭയുടെ തല. The blueprint is the word. ദൈവത്തിന്റെ വചനം അതിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. Number 3, the price of the church. ദൈവസഭയുടെ There's a price. പ്രൈസ് എന്ന് പറയുന്നത് Salvation is free. എന്താണ് ദൈവസഭ പ്രദാനം ചെയ്യുന്നത്? രക്ഷ സൗജന്യമായി നൽകുകയാണ്. But somebody had to pay for it. എന്നാൽ പക്ഷേ അതിന് ആരെങ്കിലും ഒന്ന് വില കൊടുത്തേ മതിയാകും. The price of the church ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില is the blood of Jesus. യേശുവിന്റെ രക്തമാണ്. Hello, you're not redeemed by silver and gold and precious stone. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് വെള്ളി പൊന്നുകൊണ്ടല്ല. But you are redeemed by the precious blood of Jesus. യേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടു. Jesus shed his blood for you. ഇന്ന് രാത്രി സന്തോഷിച്ച ദൈവത്തെ സ്തുതിക്കാം. വില Jesus യേശു തന്റെ shed ജീവനായി his blood for me.
എനിക്ക് വേണ്ടി അവൻ തന്റെ രക്തം നൽകി. Jesus shed his blood for the entire world. Hallelujah. യേശു തന്റെ രക്തം കൊടുത്ത് നമ്മെ എല്ലാവരെയും സമ്പാദിച്ചു എന്നത് സന്തോഷം. Somebody had to pay the price. ആരെങ്കിലും വില കൊടുത്തേ മതിയാകും. I couldn't pay it. ഞാൻ കൊടുത്തില്ല വില. You couldn't pay it. എന്റെ രക്ഷയ്ക്ക് നിങ്ങൾ വില But കൊടുത്തു. Jesus said, I'm going to pay the price for you. യേശു എന്നാൽ Hallelujah. പറഞ്ഞു, നിങ്ങൾ വില കൊടുക്കാത്തിടത്ത് ഞാൻ വില കൊടുക്കാൻ പോകുന്നു. Somebody say amen. ഇന്ന് രാത്രി അത് ഓർത്ത് ദൈവത്തിന് Hallelujah. മഹത്വം കൊടുക്കാം. So the head is Jesus. തല യേശുവാണ്. The blueprint is the word. ദൈവ സഭയുടെ പ്രവർത്തനത്തിന് ബ്ലൂ പ്രിന്റ് The price is the blood. സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത് യേശുവാണ്, യേശുവിന്റെ രക്തം. And he offers to the church. He offered the church something. ദൈവ സഭയ്ക്ക് മറ്റു ചിലതും കൂടെ അവൻ സംഭാവനയായി കൊടുത്തു. God offered to the church is grace. യേശു തന്റെ കൃപ ദൈവസഭയ്ക്ക് സൗജന്യമായി നൽകി. Hallelujah. ഹല്ലേലൂയ. He offered to the church unmerited favor. ഒരിക്കലും അർഹതയില്ലാത്തയിടത്ത് ദൈവത്തിന്റെ കാരുണ്യവും ആദരവും കൃപയായി ദൈവസഭയ്ക്ക് Something we did not deserve. Hallelujah. നാം ഒന്നും ഇത് മെറിറ്റായി വാങ്ങിയതല്ല. But God has given it to the church free. ദൈവസഭയ്ക്ക് ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്നു കൃപ. For you are saved by grace through faith in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാൽ നാം രക്ഷ പ്രാപിപ്പാൻ. It is not of yourself. അവൻ തനിക്ക് തന്റെ കൃപ നമുക്ക് വേണ്ടി It തന്നു. is not of works that you should boast. നാം ഒരിക്കലും ഉന്നതഭാവം നടിക്കാതിരിപ്പാൻ പ്രശംസിക്കാതിരിപ്പാൻ കൃപയാൽ. It is a gift from God. അത് ദൈവത്തിന്റെ ദാനമാണ്. So he offers grace to the church. നമുക്ക് ദൈവസഭയെ ദൈവം തന്ന കൃപ നിമിത്തം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? Hallelujah. Thank God for amazing grace. Amen. Amazing grace. That save a wretch like me. Hallelujah. ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. His grace is free. ദൈവത്തിന്റെ കൃപ His ഇന്നും grace is a ദാനമാണ്, gift. സൗജന്യമാണ്. Just take that grace. Hallelujah. ഇന്ന് രാത്രി നമുക്ക് വേണ്ട കൃപ And be a part of the church. സൗജന്യമായി വാങ്ങാം. Praise the name of the Lord. ദൈവത്തിന് സ്തോത്രം. Not only did he give us grace, അവൻ കൃപ തന്നുവെന്ന് മാത്രമല്ല, the empowerment of the church ദൈവസഭയുടെ ശക്തീകരണം എന്ന് പറയുന്നത് is the Holy Spirit. പരിശുദ്ധാത്മാവാണ്. You shall receive power after the Holy Ghost has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. Jesus said യേശു പറഞ്ഞു in John chapter 14, യോഹന്നാൻ 14 അധ്യായത്തിൽ, I will not leave you comfortless. ഞാൻ നിങ്ങളെ ആശ്വാസമില്ലാതെ ഏകനായി വിടുകയില്ല. I will send another comforter. ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസപ്രദനെ അയച്ചു And തരും. so Jesus gave us the Holy Spirit. അങ്ങനെ യേശു സഭയ്ക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ And the നൽകി. day you accept him as Lord and Savior, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി the സ്വീകരിക്കുമ്പോൾ Holy Spirit comes and lives inside with you. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിപ്പാൻ തുടങ്ങും. And he said, I will not leave you nor forsake you. എന്നിട്ട് യേശു പറയുക, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. I will be with you always, ഞാൻ നിങ്ങളോടുകൂടെ എന്നും ഇരിക്കും. even to the ends of the world. ലോകാവസാനം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടി ഇരിക്കും. Ephesians chapter 4 verse 30, എഫേസ്യ ലേഖനം 4:30 വായിക്കുന്നു, it says, grieve not the Holy Spirit of God, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ by whom you are sealed unto the day of നിങ്ങൾ redemption. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുക. And Jesus said, I will not leave you. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ So he അനാഥരായി. has given us the Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകി. So he is the one that empowers the church. ദൈവസഭയെ ശക്തീകരിച്ച് മുമ്പോട്ട് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the name of the Lord. ഹല്ലേലൂയ. The lifeline of the church, ദൈവസഭയുടെ ജീവനാടി എന്ന് പറയുന്നത് is prayer. പ്രാർത്ഥനയാണ്. ജീവനാടി, Hallelujah. പ്രാർത്ഥനയാണ് ജീവനാടി. That's a lifeline, a prayer. Hallelujah. ദൈവസഭയുടെ ജീവനാടി പ്രാർത്ഥനയാണ്. Jesus said men ought always to pray and not give up. യേശു പറഞ്ഞു, മടുത്തു പോകാതെ എന്നും പ്രാർത്ഥിക്കണം. Jesus says you got to pray without ceasing. യേശു പറഞ്ഞു, മടുത്തു പോകാതെ നിർത്താതെ പ്രാർത്ഥിക്കണം. Jesus said you got to watch and pray. യേശു പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. Hallelujah. Hallelujah. We need to watch and pray. നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. I remember two pastors went to a restaurant ഒരു രണ്ട് പാസ്റ്റർമാർ ഒരു റെസ്റ്റോറന്റിൽ പോയ ചരിത്രം and they ordered some rice and chicken. അവിടെ റൈസും ചിക്കനും ഓർഡർ ചെയ്തു. And they closed their eye to pray. അവര് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ And തുടങ്ങി. when they opened their eyes, അവര് കണ്ണു തുറന്നപ്പോൾ the chicken was gone. അവിടെ ഭക്ഷണം കാണാനേ ഇല്ല. Jesus said you got to watch. യേശു പറഞ്ഞു, അങ്ങനെയല്ല, And ഉണർന്ന് pray. ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. Because if you don't watch and pray, നിങ്ങൾ എങ്ങനെ ഉണർന്ന് പ്രാർത്ഥിക്കാം? you're going to lose your chicken. നിങ്ങൾ ഉറങ്ങി പ്രാർത്ഥിച്ചാൽ ചിക്കൻ നഷ്ടപ്പെടും. Praise God. Amen. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, So നഷ്ടപ്പെടാതിരിക്കും. he is the head of the church. യേശു സഭയുടെ തലയാണ്. The blueprint is the word of God. ദൈവത്തിന്റെ വചനം അതിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. The price is the blood.
യേശു അതിനുവേണ്ടി കൊടുത്ത വില The offer is grace. തന്റെ കൃപയാണ് നമുക്ക് The ദാനമായി. empowerment is the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിന് ശക്തീകരണവും ലഭിച്ചു. The lifeline is prayer. ദൈവസഭയുടെ ജീവനാടി And പ്രാർത്ഥന. finally, അവസാനമായി the future of the church. ദൈവസഭയുടെ ഭാവി It's a glorious church. ഒരു മഹത്വപൂർണമായ The future of the church. ദൈവസഭയ്ക്ക് ഒരു മഹത്വപൂർണമായ It's a ഭാവി. glorious church. ഒരു മഹത്വപൂർണമായ സഭ. Washed in the blood. ദൈവസഭയ്ക്ക് ഒരു ഭാവി. Washed in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ. Hallelujah. ഹല്ലേലൂയ. Hey, the church is not going to stay here. യേശുക്രിസ്തു ദൈവസഭ എന്നും The church is going for heaven. ഈ ദൈവസഭ എന്നും ഭൂമിയിലില്ല, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. We are bound for heaven. നാം സ്വർഗത്തിലേക്ക് I say നിയമിക്കപ്പെട്ടവരാണ്. we are bound for heaven. നാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. One day, hallelujah, ഒരു ദിവസം the trump of God shall sound, അതേ കല്ലറയിൽ കാഹളം ധ്വനിക്കും. and Jesus will descend from heaven യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. with the trump of God അതേ സകല കല്ലറകളും and തുറക്കും. the voice of the archangel, അവിടെ ദൂതന്മാരുടെ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കും. and the dead in Christ will rise up, hallelujah, ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. and we who are alive and remain shall be caught up to meet him അന്ന് in the air. ഭൂമിയിൽ Praise the Lord. ജീവനോടിരിക്കുന്ന ഞാനും നിങ്ങളെ രൂപാന്തരപ്പെട്ട് Hallelujah. എടുക്കപ്പെടും. പ്രത്യാശയുള്ളവർ ദൈവത്തെ Praise- സ്തുതിച്ചാലും. Somebody should get excited in this place. Hallelujah. ദൈവസഭയ്ക്ക് എത്ര ഭാവി, എത്ര Thank you, പ്രത്യാശ. Jesus, sir. ഹല്ലേലൂയ. നന്ദി. I don't want to stay in this world. ഈ ലോകത്തെന്നും ജീവിച്ചിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. My citizenship is in heaven. കാരണം എന്റെ പൗരത്വം സ്വർഗത്തിൽ I'm നൽകപ്പെടും. seated in heavenly places. ഞാൻ സ്വർഗസ്ഥലത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. I'm a child of the King. ഞാൻ ഒരു രാജാവിന്റെ സന്തതിയാണ്. I'm going to meet my King ഞാൻ എന്റെ രാജാവിനെ കാണാൻ പുറപ്പെടുകയാണ്. soon and very soon. എനിക്ക് വേണ്ടി ഒരു രാജാവുണ്ട്. We രാജാവിനെ are going to meet the King. നാമും നിങ്ങളും ആ രാജാവിനോടൊപ്പം രാജാക്കന്മാരായി The വാഴാം. church is going to take off from earth. Hallelujah. ഒരു ദിവസം യേശു വന്ന് നമ്മളെ And we are going up to heaven. ചേർത്ത് ദൈവത്തെ സ്തുതിക്കാം. We are going up to heaven. നാം സ്വർഗത്തിലേക്ക് I say we പോകും. are going up to heaven നാം ഈ ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് to be പോകും. with our Lord, നാം എന്നും to be കർത്താവിനോട്, with our Savior, നാം എന്നും to be രക്ഷകനോടും, with our King of Kings and Lord of Lords. എന്നും രാജാധിരാജാവിനോടൊപ്പം എന്നും വാഴാൻ പോവുകയാണ്. Praise the name of the Lord. യേശുവിന്റെ നാമം Hallelujah. വാഴ്ത്തപ്പെടട്ടെ. Let me close the message. ഇന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. It's hard when you spend so much money to come to India to preach for 15 minutes, you know. ഇത്ര പണം ചെലവഴിച്ച് ചുരുങ്ങിയ സമയത്ത് പ്രസംഗത്തിനായിട്ട് ഇവിടെ വന്നു എന്ന് പറയുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. But God is good. എന്നാൽ ഞാൻ പറയാം, ദൈവം നല്ലവനാണ്. The church is on a mission. ദൈവസഭയ്ക്ക് ഒരു മിഷൻ ഉണ്ട്. Jesus said in Matthew chapter 28, go into all the world ദൈവസഭയ്ക്ക് യേശു നൽകിയ മിഷൻ ദൗത്യം മത്തായി 28:18 മുതൽ and preach the gospel. ലോകത്തിൽ പുറപ്പെടുക, സുവിശേഷം പ്രസംഗിക്കുക. Mark chapter 16 verse 15, മർക്കോസ് സുവിശേഷം 16:15 Jesus said, go into all the world and preach the gospel. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. And he said, he that believe and baptized shall be saved. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടുമെന്ന് യേശു അരുളി Praise ചെയ്തു. the name of the Lord. ഹല്ലേലൂയ. There are people outside that are looking in. നമ്മെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് ഓർക്കണം. One time we were outside looking in, almost there, Pastor, almost there. ഒരു കാലത്ത് പുറത്ത് അതെ നിൽക്കുന്ന ആളുകളെ പോലെ നാമും പുറത്തു നിന്ന് അകത്തേക്ക് നോക്കിയവരാണ്. But thank God today we are inside looking out. എന്നാൽ അകത്ത് കൊണ്ടുവന്ന് നമ്മെ പുറത്തേക്ക് നോക്കുവാൻ ദൈവം വിളിച്ചു വന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. ഹല്ലേലൂയ. The mission of the church, ദൈവസഭയുടെ ദൗത്യം number one, ഒന്ന്, is to include people. ആളുകളെ അകത്തേക്ക് കൊണ്ടുവരിക. People need to come out ആളുകളെ അകത്ത് കൊണ്ടുവരിക. from darkness, എല്ലാ ഇരുട്ടിൽ from നിന്ന്, spiritual bondage. എല്ലാ തരത്തിൽ Their അടിമത്തത്തിൽ, eyes, the scales sort of fall from their eyes. കണ്ണിൽ ചെതുമ്പലുകൾ ബാധിച്ചിരിക്കുന്ന ആളുകളെ Hallelujah. People need to be included in the church. ആളുകൾ സഭയ്ക്കകത്തേക്ക് കടന്നു വരട്ടെ. When people are included in the church, ദൈവസഭയിൽ ആളുകൾ വന്നു the കഴിയുമ്പോൾ second thing we ought to do രണ്ടാമത് ചെയ്യേണ്ടത് is to instruct them. അവരെ പഠിപ്പിക്കണം. Jesus
They literally turned the world upside down. അവരാണ് പുറത്തുപോയി ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ ഉപയോഗിക്കപ്പെട്ടവർ. So number one, people need to be included. ഒന്ന്, ആ ആളുകൾ അകത്തേക്ക് വരണം. And number two, people need to be instructed. അകത്ത് വന്നവർ പഠിപ്പിച്ചിരിക്കണം. When they are instructed, അവര് പഠിപ്പിക്കപ്പെട്ട് the കഴിഞ്ഞാൽ third thing they need to do, അവര് മൂന്ന് ചെയ്യേണ്ടത്, we need to get them involved in the local church. ദൈവസഭയ്ക്ക് അകത്തെ കാര്യാദികളിൽ വളരെ ജാഗ്രതയുള്ളവരാണ്. We need worship leaders. നമുക്ക് വർഷിപ്പ് We ആരാധന, need cameramen. അവർക്ക് നമുക്ക് We ക്യാമറമാൻ, need bassmen. നമുക്ക് മ്യൂസിക്, We need keyboard operators. നമുക്ക് നല്ല, We need people to clean the toilet. നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ We need people to ചെയ്യാൻ, sweep the church. തറ We get them തുടയ്ക്കാൻ, involved in the local assembly. ദൈവസഭയുടെ എല്ലാ കാര്യത്തിലും ഏർപ്പെടാൻ ആളുകളെ വേണം. Hallelujah. ആമേൻ. കർത്താവേ, Hallelujah. ദൈവത്തെ സ്തുതിക്കാം. And after we get them involved in the local assembly, that's what Jesus did. യേശു ചെയ്തതുപോലെ സഭകളിൽ ആളുകളെ അകത്തുള്ള കാര്യങ്ങളിൽ ഒരുക്കിയെടുത്തു കഴിയുമ്പോൾ, Hallelujah. Amen. He got them to feed with the fishes. He said, "Well, start to feed the people." ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ, തീറ്റിപ്പോറ്റുവാൻ, അവരെ നിയോഗിച്ചയക്കുവാൻ കർത്താവ്. Hallelujah. ഹല്ലേലൂയ. So we include them. അവരെ നാം പഠിപ്പിക്കണം, We instruct them. അവരെ ഉപദേശിക്കണം. We involve them in the local church. ദൈവസഭയ്ക്ക് അകത്തെ കാര്യങ്ങളിൽ And the last thing you're going to do ഒടുവിൽ നാം ചെയ്യേണ്ട കാര്യം, is to invest them. അവരെ നാം പുറത്തേക്ക് അയക്കണം. Send them out. അവരെ പുറത്തേക്ക് അയക്കണം. After Jesus finished with the disciple, യേശു തന്നെ ശിഷ്യന്മാരുമായുള്ള പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ he sent them out 2 by 2. യേശു അവരെ ഈരണ്ടായിട്ട് Then he പറഞ്ഞയച്ചു. sent the 12 out one time. അവരെ 12 പേരെ ഒരുമിച്ച് ഒരു വേളയിൽ അയച്ചു. And another time he sent out 70. പിന്നീട് യേശു അവരെ 70 പേരെ ഒന്നിച്ച് അയച്ചു. And he said, "Go and preach the word. യേശു എന്നിട്ട് അവരോട് പറഞ്ഞു, പോയി പ്രസംഗിക്കുക, Heal the sick. അവരെ രോഗികളെ സൗഖ്യമാക്കുക, Raise the dead." മരിച്ചവരെ ഉയർപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. When you have a church like that, അങ്ങനെ ഒരു സഭ ഉണ്ടായി കഴിഞ്ഞാൽ, you have a vibrant church. നിങ്ങളുടെ സഭ have a വളരെയധികം powerful ജീവിക്കുന്ന church. ഒരു അത്ഭുതമായ ശക്തി. And no gates in hell shall prevail അങ്ങനെ ഒരു against that church. സഭയ്ക്കെതിരെ ലോകത്തിലെ ഒരു ശക്തിക്ക് നിൽപ്പാൻ Praise സാധിക്കും. the name of the Lord. ദൈവത്തിന് So I want മഹത്വം. to say to Pastor Abraham, അതുകൊണ്ട് പാസ്റ്റർ I want to say to the entire staff, ഇവിടെ വന്നിട്ടുള്ള എല്ലാ ദൈവജനത്തോടും പറയട്ടെ, and everyone that is involved in this ministry, ഈ ദൈവസഭയുടെ വേലയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, this is a good work. ഇതൊരു നല്ല വേലയാണ്. This is God work. ഇത് ദൈവത്തിന്റെ വേലയാണ്. Therefore it's a good work. ഇതൊരു ദൈവത്തിന്റെ വേല, നല്ല And വേല. we remember Nehemiah was building the wall. നെഹമ്യാവ് മതിൽ പണിയുന്ന കാര്യം അറിയാം. And the brothers say, if a fox go in the wall, it's going to come down. കുറുക്കം കയറിയാലും വീഴുമെന്ന് ശത്രുക്കൾ പറഞ്ഞു. But the people had a mind to work. എന്നാൽ ജനത്തിന് പ്രവർത്തിപ്പാൻ മനസ്സുണ്ടായിരുന്നു. They work in the night. അവർ രാത്രിയിൽ എഴുന്നേറ്റു. They had a tool in one hand. അവർ ഒരു കയ്യിൽ And ആയുധമുണ്ടായിരുന്നു, they had a weapon in the other hand. മറ്റേ കയ്യില് But they completed the work. Hallelujah. അങ്ങനെ ഒരു കയ്യിൽ ആയുധം പ്രാർത്ഥനയുമായ പണി നടത്തി. Today this church is completed. ദൈവത്തിന്റെ ആലയത്തിന്റെ പണി, മതിലിന്റെ And the പണി. glory go to Jesus. യേശുവിന് മഹത്വം നമുക്ക് കൊടുക്കാം. Because he is the master. കാരണം ഈ കാര്യം നടത്തി He is തന്ന the ദൈവമാണ്. master നന്ദി പറയാം. builder. അവനാണ് മാസ്റ്റർ ബിൽഡർ. And he is continuing to build his church. അവൻ തന്റെ സഭയെ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. ദൈവത്തെ സ്തുതിക്കാം. And amen. Give the Lord a praise. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ ഗ്ലെൻ. ഒരു 5-6 മിനിറ്റ് കൂടെ നാം ഇരിക്കണം. വളരെ വേഗത്തിൽ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നമ്മുടെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ലോകത്തിലെവിടെയും കാണത്തക്കവണ്ണം ഇതിൻ്റെ ക്രമീകരണം വിക്ടറി മീഡിയ, UK-യിലുള്ള വിക്ടറി മീഡിയ ആണ് അത് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന പ്രിയമുള്ളവർ, പ്രത്യേകാല പാസ്റ്റർ വിൽസൺ വർഗീസ്, അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ ബിനോയ് ഏബ്രഹാമിൻ്റെ ബ്രദറാണ്. അവരെല്ലാവരും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഉത്സാഹിച്ച പാസ്റ്റർ ഗുണശീലൻ മുൻപോട്ട് വരണം. ഒന്ന് അദ്ദേഹത്തെ ഞാൻ തിരുവനന്തപുരം ഭാഗത്തുള്ള നമ്മുടെ ഒരു ശുശ്രൂഷകനാണ്. ഒരു വാക്കിൽ അദ്ദേഹം ദൈവസഭയെ വന്ദനം ചെയ്യും. താങ്ക് യു. ഈ നല്ല സുദിനത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ദൈവം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വന്നു, മലയാളം ഡിസ്ട്രിക്റ്റിൽ നിന്നും മലബാർ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു വന്നു. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ദൈവം മാനിച്ചു. സർവശക്തനായ ദൈവം ഈ കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ വി.ടി. എബ്രഹാമിനെയും തൻ്റെ കുടുംബത്തെയും സഭയെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം നൽകിയതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു.
ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇനിയും ഈ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിർവഹിക്കുന്നത് പാസ്റ്റർ സ്റ്റീവ് ജയരാജ. പാസ്റ്റർ സ്റ്റീവ് ജയരാജ ഇന്ന് രാവിലെ ചെങ്കോട്ടയിൽ നിന്ന് യാത്ര ചെയ്തു. പക്ഷേ ട്രാഫിക്കിലൊക്കെ പെട്ട് താമസിച്ചു വളരെ അദ്ദേഹം വന്നത്. പാസ്റ്റർ സ്റ്റീവ് ജയരാജ് serves the Assemblies of God as its assistant general superintendent. സൗത്ത് ഇന്ത്യയിലെ അസിസ്റ്റന്റ് ജനറൽ സൂപ്രണ്ടന്റന്റായി താൻ പ്രവർത്തിച്ചു വരുന്നു. കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നതിൽ നാം സന്തോഷമുള്ളവരാണ്. അദ്ദേഹം ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് ഡെഡിക്കേഷൻ പ്രയർ നിർവഹിക്കും. അതേ തുടർന്ന് നമ്മൾ ഒരു മെമൻഡോ ഇവിടെ 1-2 പേർക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സും പ്രാർത്ഥനയും കൊണ്ട് ഈ പ്രോഗ്രാം തീരുകയാണ്. ചില നിമിഷങ്ങളിലൂടെ നിങ്ങളുടെ സജീവ ശ്രദ്ധയും സാന്നിധ്യവും ക്ഷണിക്കുന്നു. ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രീനിൽ ഈ പ്രോഗ്രാം കാണിക്കുന്നുണ്ട്, താഴെയുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. വിദേശങ്ങളിൽ UK, USA, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ പ്രവർത്തനത്തിന് അഭ്യുദയകാംക്ഷികളായ അനേകരുണ്ട്. ബഹ്റിൻ AG പാസ്റ്റർ PM ജോയ് തൻ്റെ സഭയുടെ വന്ദനം അഭിവാദനം ഈ പ്രത്യേക സമ്മേളനത്തെ അറിയിച്ചിട്ടുണ്ട്. ഷാർജ സിറ്റി AGയുടെ ആശംസ പാസ്റ്റർ PM രാജു അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ആശംസ അറിയിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേർ വിവരം ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ അവസരമെടുക്കുന്നില്ല. ചിലരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. Now I call upon our Assistant General Superintendent, Pastor Steve Jairaj, to come forward and he will offer the dedication prayer. Thank you, Pastor V.T. Abraham, and it is my pleasure and joy to be here at this time at the dedication of your church and the dedication of the Malabar District Council. Before we pray for the church that is to be dedicated, I would like to pray for Pastor V.T. Abraham and his family, and also the assistant pastors who are working with him. We're going to do it very quickly. Pastor, would you please come forward on the platform? Sister Abraham, is she here? And the children of Pastor Abraham Linson, please come, and with your family. I know some of the family members may not be here because they are in പാസ്റ്റർ സ്റ്റീവ് ജയരാജ് ഈ നമ്മുടെ ഹെഡ്ക്വാർട്ടർ ബിൽഡിംഗ് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ അദ്ദേഹം അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതിനു മുന്നമേ ഇവിടെ ഈ ലോക്കൽ ചർച്ചിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർമാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിപ്പാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാർ, ഈ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർമാർ, അവരുടെ കുടുംബങ്ങൾ ദയവായി മുൻപോട്ട് വരിക. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിപ്പാൻ പോവുക. I would also like to invite the senior pastors to come behind Pastor Abraham. Pastor, would you please come? And if your wife is here, she can come and stand behind Sister Abraham, Pastor Kareem, and senior pastors here. I don't know your names, but please forgive me. If you can come and stand behind these people, that would be of great help. Shall we all stand? Shall we all stand in the presence of God? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Let us all lift up our hands, because we heard that God gave a revelation to Peter. And I'm sure God gave this revelation to Pastor V.T. Abraham to build this church in such a fashion. And where there is no vision, people do perish.
And so let us thank God for this wonderful man of God, Pastor V.T. Abraham and his family, and the commitment that they have for the kingdom of God and for the work that they are doing not only in Calicut but in Malabar district and also in South India Assemblies of God and the Assemblies of God of India. So let us lift up our hands and thank God for this wonderful man of God and his family and all the people who are working with him. Let us thank the Lord. Let us praise him. Let us close our eyes and uplift this family before the throne of grace. Oh Lord, we thank you for the wonderful man that you have sent our way to labor in this great city of Calicut. And you have given him as the senior pastor to this church, oh God, and his family to work alongside with him in this place, and the other wonderful assistant pastors who are also laboring in this place. Lord, we pray that you would keep your hand of protection upon them, O God. Holy Spirit, hover over them this moment. We thank you, Jesus. Lives and in the district of Malabar and South India and all India and even beyond the borders of India. We thank you, Lord. Give them good health and give them good strength and long life to labor in your vineyard in this place and all over India and all over the world. We thank you, Master, for the assistant pastors. They're also laboring in this place because you have told them to come here and to work alongside with this pastor. Lord, we pray for the wonderful families of these pastors, Pastor Abraham's wife and the children and the son-in-laws. Oh God, we thank you, Lord, for every grandchildren and also the children of these assistant pastors and the congregation of Calicut Assembly of God Church. We thank you, Master, for the blessing that you are giving in our lives through them, oh God. Continue to keep them, continue to protect them, oh God, and provide for every need, oh God, and continue to use them mightily for your glory. And everybody say amen, please. Amen. Thank you so very much. Let us give a good hand of appreciation to Pastor Abraham and his family and also the assistant pastors here. Thank you so very much. Thank you so very much. Please remain standing. We got to finish this dedicatory prayer of the church rather quickly. In the book of 2nd Chronicles, chapter 7, if somebody could come and read in Malayalam, that would be great, because we don't need to waste time in reading in two languages. 2nd Chronicles chapter 7, 1 through 5, please. 2 വൃത്താന്തം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ സ്ക്രീൻ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീയിറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കടത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 20,000 കാളയെയും 1,10,000 ആടിനെ യാഗം കഴിച്ചു. ഇങ്ങനെ രാജാവും സർവ്വജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. Dear friends, we are not here to give sacrificial animals unto the Lord, but we are going to fill this place with the sacrifices of our lips. And let us thank God for his wonderful, marvelous grace that we have just heard about. That wonderful grace. Everybody who are here, please raise your voice and thank God for this marvelous sanctuary that he has given us. ആടുമാടുകളെ അർപ്പിപ്പാൻ നമുക്കെല്ലാം നമ്മുടെ അധരഫലമെന്ന യാഗങ്ങൾ എല്ലാവരും കരങ്ങളെ ഉയർത്തി വായു തുറന്ന് അല്പസമയം ദൈവമുമ്പിൽ അർപ്പിക്കാം.
ദൈവത്തിന് യാഗാർപ്പണം നടത്താം, സ്തോത്രം ചെയ്യാം. Amen. Hallelujah. 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 Let us thank him with the spirit of the Holy Spirit. Oh God, we thank you. We thank you, oh Jesus. Thank you, Father. Thank you, Holy Spirit, for this wonderful sanctuary. We have been waiting. We have been waiting for this sanctuary to be built and to be dedicated for the people of God. We thank you, Master, for this wonderful place and the wonderful presence of God in this place. The wonderful presence of God. தேவனுடைய மகிமை, தேவனுடைய மகிமை இந்த இடத்திலே இறங்கி இருக்கிறது. நாம் கர்த்தரை துதிக்க துதிக்க அவருடைய மகிமை நிறைவாய் வந்து தங்கி இருக்கிறது. இது தேவனுடைய ஆலயம், இது தேவனுடைய ஆலயம். This is the holy sanctuary of God Almighty. Oh God, we dedicate this place in the name of the Father, in the name of the Son, and in the name of the Holy Spirit, for the blessing of your people who are coming here to worship you every day, every week, every month, every year. Oh God, we pray, Lord, that you will bless them and make them a blessing to other people. Oh God, this sanctuary will always be open for the people who want to come and worship. Everybody who will step into this sanctuary will be touched by the power of God and be sanctified by the blood of Jesus and be saved for the kingdom of God, for the future glorious church. We thank you, Master, that you have used Pastor P.T. Abraham and the people of God in this place and in other places and from other countries, oh God. We thank you, Lord, that you have given us this facility, and also for the Malabar district you have given a wonderful office. Now again, once again, oh God, we dedicate this place in the name of the Father, in the name of the Son, Lord Jesus Christ, and in the name of the Holy Spirit. And everybody say amen. Amen. Karangalai thatti, let us clap our hands and give God the glory. Give God the glory for great things He has done. He has done great things. Amen. You may be seated. Any vote of thanks? നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി പാസ്റ്റർ കെ മാത്യു നിർവഹിക്കും. അതിന് മുന്നമേ ഈ ഹെഡ്ക്വാർട്ടർ ബിൽഡിംഗ് എത്ര മനോഹരമായി പണി കഴിപ്പിക്കുവാൻ അതിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കി നമ്മെ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആർക്കിടെക്റ്റ് മിസ്റ്റർ ആർ കെ രമേശ് തൻ്റെ കുടുംബത്തിന് നമ്മളൊരു മൊമെൻറ്റോ കൊടുക്കുവാൻ ഈ അവസരം താല്പര്യപ്പെടുന്നു. I request Pastor Glenn Remoto to present this token of love in appreciation of his hard work in building this office. ഇതിൻ്റെ സൂപ്പർവിഷന് വർക്കിൽ രാവെന്നില്ല പകലെന്നില്ല വളരെ ശ്രമകരമായി അധ്വാനിച്ച ഈ സഭയിലെ ഒരു വിശ്വാസി ബ്രദർ E.N. ജയറാം തൻ്റെ മകൻ്റെ കല്യാണം 21-നാണ്. ഒരു ദിവസം
മുഴുവനും അദ്ദേഹം തൻ്റെ വീട്ടിലെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ എടുത്തുവെന്ന് തോന്നുന്നില്ല. താൻ വെളുപ്പിനെ ഇവിടെ വരും, രാവിലെ ചിലപ്പോൾ 6 മണിക്ക് വരും. തൻ്റെ ഉത്സാഹത്തെ സഭ, നമ്മുടെ ഡിസ്ട്രിക്റ്റ് അഭിനന്ദിക്കുന്നു. ബ്രദർ ഇ എൻ ജയറാമിന് ഒരു മൊമെൻറ്റോ നൽകുവാൻ താല്പര്യപ്പെടുകയാണ്. അത് ഈ അവസരം പാസ്റ്റർ ബിനോയ് എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് അദ്ദേഹത്തിന് ഈ മൊമെൻറ്റോ നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അഭിനന്ദിക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലല്ലോ. പാസ്റ്റർ കെ മാത്യു മുൻപോട്ട് കടന്നു വന്ന് വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തും. അതേ തുടർന്ന് കൊയറൊരു പാട്ട് പാടും. അതേ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് പാസ്റ്റർ PM ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ അവസാനിക്കുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘനാളുകളായി മലബാറിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ഒരു മറുപടി ഇന്നേ ദിവസം കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആളുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് നന്ദിവാചകം പറഞ്ഞാൽ അവസാനം പറയുന്നയാളെ കാണും. അതുകൊണ്ട് ഞാൻ ചുരുക്കം വാക്കുകളിൽ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ പ്രധാന അതിഥികളായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹീതമായ ദൈവവചനം പങ്കുവയ്ക്കുകയും പ്രാർത്ഥന ശുശ്രൂഷകൾ നിർവഹിക്കുകയും നല്ല വാക്കുകൾ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ള കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റർ ഗ്ലെൻ, അദ്ദേഹത്തിന്റെ കുടുംബം, പാസ്റ്റർ രാജൻ ഫിലിപ്പ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പാസ്റ്റർ വർഗീസ് എബ്രഹാം UK നിന്ന് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ, പാസ്റ്റർ കരീം ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ഈ ദൈവദാസന്മാരോട് എല്ലാവരോടും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലബാർ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ പാസ്റ്റർ സ്റ്റീവ് ജയരാജ്, പാസ്റ്റർ മറ്റ് കർത്തൃദാസന്മാർ, നമ്മുടെ പ്രിസ്ബിറ്ററി അംഗങ്ങളായി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച ദൈവദാസന്മാർ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയ RK രമേശാർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ശുശ്രൂഷയിൽ ആദ്യോടന്തം സംബന്ധിച്ചതിൽ വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ടവർ, കർത്തൃദാസന്മാർ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമയം വേർതിരിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശേഷിച്ച് പാസ്റ്റർ VT എബ്രഹാമിനെയും കുടുംബത്തെയും കോഴിക്കോട് സഭയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ അക്ഷീണമായ പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, ഏതൊരു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സകലവും ചമച്ചവൻ ദൈവം. എന്നാൽ നമ്മെ കൊണ്ട് ദൈവം ഓരോ കാലഘട്ടത്തിൽ ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ദൈവം അദ്ദേഹത്തെ ഈ വലിയ ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹത്തെയും തന്റെ കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് എന്നും അഭിമാനത്തോടെ ഓർക്കുവാൻ കഴിയുന്ന, അനുഗ്രഹമായി അനുഭവിപ്പാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിന്റെ നിർമ്മിതിയുടെ പിന്നിൽ അദ്ദേഹത്തിന്റെ പരിശ്രമവും പ്രാർത്ഥനയും ഇച്ഛാശക്തിയും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. ഈ സമൂഹത്തിനു വേണ്ടി കർത്താവിന്റെ ദാസനെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഈ സമൂഹം വിലമതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള സഭ വളരെ ആത്മാർത്ഥമായി ഈ വലിയ വേലയ്ക്ക് പിന്തുണ നൽകി പ്രവർത്തിച്ചു. ഈ ദൈവസഭയ്ക്ക് ഈ ആരാധനാലയം ഒരു അനുഗ്രഹമാകുന്നത് പോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് ഈ ഓഫീസ് സമുച്ചയവും അതിന്റെ പ്രവർത്തനങ്ങളും ഒരു അനുഗ്രഹമായി തീരട്ടെ. നല്ല ഗാനങ്ങൾ ആലപിച്ച കൊയറിനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വന്ന് സംബന്ധിച്ച ഓരോ അംഗങ്ങളോടും ഓരോ ദൈവദാസിദാസന്മാരോടും ദൈവജനത്തോടുമുള്ള ആത്മാർത്ഥമായ നന്ദി, സ്നേഹം ഈ സമയത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിന് നന്ദി അർപ്പിച്ച് ഒരു ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് ചേർന്ന് പാടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം
മാറിയപ്പോ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ല. എല്ലാവരും ചേർന്ന് പാടാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നമ്മിലോടെ നാദർ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നമ്മിലോടെ നാദർ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരു. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ. സ്നേഹം നൽകി വീണ്ടെടുത്ത യേശുനാഥൻ ജയം നൽകുമല്ലോ. സ്നേഹം നൽകി വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൽ നന്ദിയോടെ പറയട്ടെ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ പട്ടണത്തിന്റെ മധ്യഭാഗത്ത് ഇത്രയും മനോഹരമായ ഒരു ആലയം അസംബ്ലീസ് ഓഫ് ഗോഡ് വാർഷിക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുവാന്, ഇതുപോലൊരു കെട്ടിടം പണി തീർക്കുവാന്, അതിന്റെ സമർപ്പണ ശുശ്രൂഷ ഇന്ന് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ ഇടയാക്കിയല്ലോ. അതോടൊപ്പം സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ആത്മീയ ദൂതനായി നന്ദിയുടെ സ്തോത്രം. കർത്താവിൻ ശിഷ്യന്മാരെ ശേഖരിച്ചു, അവരെ ഇരുണ്ടായി പറഞ്ഞയച്ചു, 70 പേരെ പറഞ്ഞയച്ചു. അതുപോലെ അനേകര് ഈ ആലയത്തിനകത്തേക്ക് വരുവാന് അവരെ പഠിപ്പിച്ചു, പിന്നെയും പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെയൊക്കെയും നീ ശക്തമായി ഉപയോഗിച്ചു. അതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും നീ പിന്നെ അനുഗ്രഹിക്കണം. ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ യാത്രയിൽ കൂട്ടിരിക്കണം. തുടർന്ന് മലബാറിന്റെ പ്രവർത്തനത്തിന്, ലോകമെങ്ങുമുള്ള സുവിശേഷീകരണത്തിന് ഈ സ്ഥാപനത്തെ നീ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിനീതമായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഞങ്ങളെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും രക്ഷവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആസ്വദിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും നാം എല്ലാവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.